ഭാഗം 7. ഇനി ഇടുക്കി ഡാമിന്റെ കഥ പറയാം. ഇടുക്കി ജില്ലയിൽ പെരിയാറിന് കുറുകെ കമാനാകൃതിയിൽ കുറവൻ കുറുത്തി മലകൾക്കിടയിലാണ് ഇടുക്കി ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. കേരളത്തിന്റെ ഇലക്ട്രിസിറ്റി ബോർഡിനാണ് ഈ ഡാമിന്റെ ഉടമസ്ഥാവകാശം. മൂലമറ്റത്ത് പ്രവർത്തിക്കുന്ന 780 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ്. 168.81 മീറ്ററാണ് ഡാമിന്റെ ഉയരം. 1976 ഫെബ്രുവരി 17 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇൻഡോ കനേഡിയൻ പ്രൊജക്റ്റായ ഇടുക്കി ആർച്ച് ഡാം ഉദ്ഘാടനം ചെയ്തത്. 60 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്താരം. വൃഷ്ടി പ്രദേശം അഥവാ കാച്ച്മെന്റ് ഏരിയ 694 ചതുരശ്ര കിലോമീറ്ററാണ്. ചെറുതോണി, കുളമാവ്, ഇടുക്കി എന്നീ അണക്കെട്ടുകൾ ചേർന്നാണ് ഒരു കൃത്രിമ തടാകം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഡാമിൽ സംഭരിച്ച വെള്ളം ഉപയോഗിച്ച് മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇടുക്കി ഡാം ദൂരത്തു നിന്നും നോക്കുമ്പോൾ നമുക്ക് ഒരു നിവർന്ന രേഖയായിട്ടാണ് തോന്നുക. പക്ഷേ ഉള്ളിലേക്ക് വളഞ്ഞിട്ടാണ്. ഡാമിൻ്റെ തൊട്ട് താഴെ വരെ നമുക്ക് പോകാൻ പറ്റില്ല. എന്നാൽ അതിൻ്റെ അടുത്തുള്ള തോട്ടങ്ങളിൽ നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് അവിടെയുള്ള ആരുടെയോ തോട്ടത്തിൽ കയറി ഫോട്ടോ എടുത്തു. കുറവൻ മലയ്ക്കും കുറുത്തിമലയ്ക്കും ഇടയിൽ 24 കോൺക്രീറ്റ് പീസുകൾ അടുക്കി വെച്ചാണ് ഡാം പണിതിരിക്കുന്നത്. കോൺക്രീറ്റ് പീസുകൾ ഒരുമിക്കുന്ന ലൈൻസ് നമുക്ക് പുറത്തുനിന്നും കാണാൻ കഴിയും. ജലത്തിന്റെ സമ്മർദ്ദം കൂടുമ്പോൾ, അതായത് വെള്ളം കൂടുമ്പോൾ, കോൺക്രീറ്റ് പീസുകൾ ടൈറ്റ് ആവും. അപ്പോൾ ഡാമിന്റെ വളവ് നിവർന്നു വരും. 4 സെന്റിമീറ്റർ വരെ അത് നിവരാറുണ്ട്. വളഞ്ഞു നിൽക്കുന്ന ഡാം ആ അധികം വരുന്ന സമ്മർദ്ദം വളവിന്റെ രണ്ടറ്റത്തുള്ള മലകളിലേക്ക് കൊടുക്കും. കുറവനും കുറുത്തിയും ആ സമ്മർദ്ദത്തെ താങ്ങും. ഡാമിൽ വെള്ളം കൂടുമ്പോൾ വളവ് നിവരുകയും ഡാമിൽ വെള്ളം കുറയുമ്പോൾ വളയുകയും ചെയ്യുന്ന രീതിയാണ് ഡാമിന്റെ നിർമ്മാണത്തിന്റെ പ്രത്യേകത. ഡാമിൽ വെള്ളം കൂടുമ്പോൾ 4 സെന്റിമീറ്റർ വരെ വളവ് നിവരുന്നു. വെള്ളം കുറയുമ്പോൾ അത് വീണ്ടും പഴയ പോലെ വളയുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ഡാമിന്റെ രജിസ്റ്റേർഡ് ഗൈഡ് പറഞ്ഞു തന്ന അനുഭവമാണിത്. ഡാമിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ ഇലക്ട്രിക് ബഗ്ഗിയിൽ യാത്ര ചെയ്യാൻ പറ്റും. ഡാമിന്റെ നടുഭാഗത്തെത്തുമ്പോൾ ഇലക്ട്രിക് ബഗ്ഗി നിർത്തി നമുക്ക് ഡാമിന്റെ അകത്തും പുറത്തുമുള്ള ഒരു ഏരിയൽ വ്യൂ കാണാനുള്ള അവസരവും തരും. കൂടാതെ ഡാമിനെ പറ്റിയുള്ള വിശദീകരണവും ഗൈഡ് പറഞ്ഞു തരും. വലിയ പുരോഗമനം ഡാമിന്റെ 4 പുറവുമുള്ള സ്ഥലത്ത് ഇല്ല. കാരണം കാര്യപ്പെട്ട ടൂറിസം പ്രൊമോഷൻ നടക്കുന്നില്ല. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഡാം കുറച്ച് നന്നായിട്ട് പ്രൊമോഷൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മൂലമറ്റം പവർ ഹൗസിനെ പറ്റി പറയാതെ ഇടുക്കി ഡാമിന്റെ കഥ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. കേരളത്തിന്റെ KCBയുടെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റാണ് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുതി നിലയങ്ങളിൽ ഒന്നാണ് മൂലമറ്റം. തൊടുപുഴ താലൂക്കിലെ ആറക്കുളം ഗ്രാമപഞ്ചായത്തിലാണ് മൂലമറ്റം പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം എന്നീ 3 ഡാമുകൾ ചേർന്നതാണ് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. അതിൽ കുളമാവ് ഡാമിന്റെ ബേസ്മെന്റ് ഭാഗത്തു നിന്നാണ് മൂലമറ്റത്തേക്കുള്ള വെള്ളം പുറപ്പെടുന്നത്. വെള്ളം കൊണ്ടുപോകുന്നത് ഒരു പവർ ടണൽ വഴിയാണ്. പല ഭാഗത്തും വാൾവുകൾ ഉണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ. ആ നിയന്ത്രിക്കുന്ന ഒഴുക്കിന്റെ സമ്മർദ്ദത്തെയും വേഗതയെയും നിയന്ത്രിക്കാൻ ഒരു സർജ് ടാങ്ക് ഉണ്ട്. അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന വെള്ളം സർജ് ടാങ്കിൽ നിന്നും പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് പവർ സ്റ്റേഷനിലെ ജനറേറ്ററിന്റെ ടർബൈനുകളിൽ ചെന്ന് പതിക്കുന്നത്. പവർ ടണലിനേക്കാളും വായുവട്ടം കുറഞ്ഞ പൈപ്പുകളാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ. മലമുകളിലെ ഈ വെള്ളത്തെ മലയുടെ താഴ്വാരത്തുള്ള മൂലമറ്റം പവർ ഹൗസിലേക്ക് വായുവട്ടം കുറഞ്ഞ പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി നിയന്ത്രിച്ചാണ് കൊണ്ടുവരിക. പൈപ്പിന്റെ വായുവട്ടം കുറയും തോറും വെള്ളത്തിന്റെ ശക്തി കൂടും. ഈ പൈപ്പിലൂടെ വരുന്ന വെള്ളം ടർബൈനുകളിലൂടെ വീണ് അത് കറങ്ങി ജനറേറ്റർ വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും. 6 ജനറേറ്ററാണ് മൂലമറ്റത്ത് പ്രവർത്തിക്കുന്നത്. ഓരോ ജനറേറ്ററും 130 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. മൊത്തം 780 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും.
സർജ് ടാങ്കിൽ നിന്നും 2 പെൻസ്റ്റോക്ക് പൈപ്പാണ് മൂലമറ്റത്തേക്ക് എത്തുന്നത്. 993 മീറ്ററും 995 മീറ്ററുമാണ് 2 പെൻസ്റ്റോക്കുകളുടെ നീളം. ഈ പദ്ധതിയുടെ സൂപ്രണ്ടായിരുന്ന EU ഫിലിപ്പോസ് എന്ന എഞ്ചിനീയറെ അഭിമാനത്തോടെ സ്മരിക്കുന്നു. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ടിൻ ചിത്രകാരന്റെ ഭാവനയുള്ള ചിത്രമാണ് കാണുന്നത്. ഹൈഡ്രോ പ്രൊജക്റ്റുകളുടെ ഗുണം എന്താണ് എന്ന് വെച്ചാൽ, ഡാം ഉണ്ടാക്കാനുള്ള ചെലവ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വേണ്ട അസംസ്കൃത വസ്തു വെള്ളമാണ്. അത് കേരളത്തിൽ ധാരാളമായി പെയ്യുന്ന മഴയിലൂടെ നമുക്ക് ലഭിക്കും. നമ്മൾ കേരളീയർക്ക് അഭിമാന ചിഹ്നം തന്നെയാണ് ഇടുക്കി ഡാമും മൂലമറ്റം പവർ ഹൗസും.